വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ തുടരും. രാഹുലിന് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചില്ല. ജാമ്യത്തിനായി സെഷൻസ് കോടതിയെ സമീപിക്കുമെന്ന് രാഹുൽ അറിയിച്ചു. തിങ്കളാഴ്ച ഹർജി നൽകും. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, രാഹുലിന്റെ അഭിഭാഷകൻ ഇത് ഉഭയസമ്മതപ്രകാരമാണെന്ന തരത്തിലുള്ള വാദം മുന്നോട്ട് വച്ചിരുന്നു. അറസ്റ്റുമായി ബന്ധപ്പെട്ട ചില നിയമവശങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ഇതൊന്നും കോടതി അംഗീകരിച്ചില്ല എന്നാണോ? കോടതിയുടെ പരാമർശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു? രാഹുലിന്റെ വാദങ്ങൾ കോടതി അംഗീകരിച്ചില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥിരം ലൈംഗിക കുറ്റവാളിയാണെന്ന വാദമാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചത്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാധീനമുള്ളയാളാണ്, MLA ആണ്. രാഹുലിനെതിരെ പരാതി നൽകുന്ന ഇരകൾക്കെതിരെ വലിയ സൈബർ ആക്രമണവും അതുപോലെ തന്നെ ആ ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടലുമാണ് രാഹുലിനും അയാൾക്കൊപ്പം നിൽക്കുന്നവർക്കും ഭാഗത്ത് നിന്ന് സ്ഥിരമായി ഉണ്ടാകുന്നത്. രാഹുലിന്റെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ അടക്കം ഇനിയും തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. രാഹുൽ അന്വേഷണവുമായി കാര്യമായി സഹകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ഇപ്പോൾ ജാമ്യം നൽകിയ രാഹുൽ പുറത്തു വന്നാൽ ഇരകളെ ഭീഷണിപ്പെടുത്തും, അവർക്ക് അവരുടെ ജീവന് തന്നെ ആപത്തുണ്ടാകാൻ സാധ്യത ഉണ്ടാകാം, ഒരുപക്ഷെ തെളിവുകൾ നശിപ്പിക്കപ്പെടാം തുടങ്ങിയ വാദങ്ങളാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചത്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് രാഹുലിന്റെ ജാമ്യ അപേക്ഷ കോടതി തള്ളിയത്. തിങ്കളാഴ്ച സെഷൻസ് കോടതിയിൽ രാഹുൽ ജാമ്യാപേക്ഷ നൽകും. ഏതായാലും രാഹുൽ അതുവരെയെങ്കിലും ജയിലിൽ തുടരേണ്ടി വരും. മറ്റ് രണ്ട് കേസുകളിലും മുൻകൂർ ജാമ്യം നേടാൻ രാഹുലിന് കഴിഞ്ഞിരുന്നു. അന്വേഷണ സംഘത്തിനാകട്ടെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചതുമില്ല. പക്ഷേ ഈ കേസിൽ വളരെ രഹസ്യമായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ. വളരെ കൃത്യമായി രാഹുലിനെ ട്രേസ് ചെയ്ത് എവിടെയുണ്ടെന്ന് അറിഞ്ഞ ശേഷം പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും രാഹുലിനെ പാലക്കാട് KPM ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനിയും പരാതികൾ വരാനുണ്ടെന്ന് തന്നെയാണ് സർക്കാരും പ്രോസിക്യൂഷനും കരുതുന്നത്. കോൺഗ്രസ് പാർട്ടിയും അത്തരം വിലയിരുത്തൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി രാഹുലിനെതിരെ പരാതി പറയാനുള്ള ഇരകൾ പോലും പരാതിയുമായി പുറത്തു വരാതിരിക്കാൻ, രംഗത്ത് വരാതിരിക്കാൻ അവരെ ഭീഷണിപ്പെടുത്തുകയാണ് രാഹുലും ഒപ്പമുള്ള ആളുകളും. കഴിഞ്ഞ ദിവസം രാഹുലിന്റെ ഉറ്റ അനുയായി സഹായി ഫെനി നൈനാൻ ചെയ്തതും അതുതന്നെയാണ്. അതുകൊണ്ട് രാഹുൽ പുറത്തിറങ്ങിയാൽ അത്തരം ഇരകൾക്ക് പുറത്തു വരാനുള്ള സാഹചര്യം ഉണ്ടാകില്ല. അവർ ഭയത്തോടെ ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. അത് അംഗീകരിച്ചുകൊണ്ടാണ് കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല, ജയിലിൽ തുടരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.